കാൽ നൂറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് INL ഇടതുമുന്നണിയുടെ ഭാഗമാകുന്നത്. തുടക്കം മുതൽ ഇടതുചേരിയിൽ നിലയുറപ്പിച്ചിട്ടും മുന്നണിയിലേക്ക് പ്രവേശനം കിട്ടിയില്ല. സാമുദായിക പാർട്ടി എന്ന ഇടതുമുന്നണി നേതാക്കൾ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ആരോപിച്ചു. എന്നിട്ടും നിലപാടുകളിൽ ഉറച്ചുനിന്ന INL പ്രതാപകാലം അവസാനിച്ച ശേഷമാണ് ഇപ്പോൾ മുന്നണിയിലെത്തുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടും കോൺഗ്രസ് ചേരിയിൽ നിലയുറപ്പിച്ച മുസ്ലിം ലീഗ് നിലപാടിനോടുള്ള പ്രതിഷേധത്തിൽ നിന്നാണ് INLന്റെ പിറവി. ഇബ്രാഹിം സുലൈമാൻ സേട്ട് എന്ന ദേശീയ നേതാവിന്റെ നേതൃത്വത്തിൽ ലീഗ് പിളർത്തി ഇന്ത്യൻ നാഷണൽ ലീഗ് രൂപീകരിച്ചത് 1994-ൽ. പേരിൽ നിന്നുവരെ മുസ്ലിം ബന്ധം ഒഴിവാക്കിയ INL ഇടതുമുന്നണിക്കിണങ്ങുന്ന തരത്തിൽ ഭരണഘടന വരെയുണ്ടാക്കി. എന്നിട്ടും മുന്നണി പ്രവേശനം മാത്രം നടന്നില്ല. പാർട്ടി രൂപീകരണത്തിന് അണിയറയിൽ ചരടുവലിച്ച CPM തന്നെ INLനെ പടിക്കു പുറത്തു നിർത്തി. തടസ്സമായത് സമുദായ പാർട്ടി എന്ന മേൽവിലാസം തന്നെ. BJPയിൽ നിന്ന് വളർന്നവരും NDA മന്ത്രിസഭയിൽ അംഗമായവരും വരെ ഇക്കാലത്തിനിടയിൽ ഇടതുമുന്നണിയിൽ വന്നുപോയി. മുന്നണിയിലെ എതിർപ്പ് കാരണം കാത്തിരിപ്പ് നീണ്ടതോടെ പല നേതാക്കളും ലീഗ് പാളയത്തിലേക്ക് മടങ്ങി. ഞങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ ലീഗ് വിട്ടുപോയ ആളുകളോടൊക്കെ സഹതാപാണുള്ളത്. കാരണം സ്ഥാനമാനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വന്ന ആളുകൾ അത് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ നിരാശരായി പോകണ്ടായി. കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും ഒരു മുന്നണി പ്രവേശനത്തിനു വേണ്ടി ഇത്രയേറെ കാലം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. അത് INLന് വരുത്തിയ നഷ്ടവും ചെറുതല്ല. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിലെ ബദൽ പ്രതീക്ഷയായി പിറന്ന പാർട്ടി അതിന്റെ സർവ്വപ്രതാപവും ചോർന്ന് നിലനിൽപ്പ് തന്നെ ആശങ്കയിലായ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണിയിലേക്ക് എത്തുന്നത്. KR സജു, മീഡിയ 1, കോഴിക്കോട്.